പശ്ചിമേഷ്യയിൽ യുദ്ധത്തിന്റെ കനലുകൾ വീണ്ടും ആളിക്കത്തിയതോടെ ലോകം കടുത്ത സാമ്പത്തിക സുരക്ഷാ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള സമാധാന കരാറുകൾ പൂർണ്ണമായി പൊളിയുകയും ഇരുപക്ഷവും കടുത്ത ആക്രമണങ്ങളിലേക്ക് കടക്കുകയും ചെയ്തതോടെ ആഗോള സമ്പദ് മേഖല വീണ്ടും ഭീതിയുടെ നിഴലിലായി. ഇറാനിലെ തന്ത്രപ്രധാനമായ മേഖലകളെ ലക്ഷ്യമിട്ട് US കനത്ത നാശനഷ്ടങ്ങൾ വിതച്ചപ്പോൾ അതിനുള്ള തിരിച്ചടി എന്ന വണ്ണം പശ്ചിമേഷ്യയിലെ US സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാനും കനത്ത ആക്രമണം അഴിച്ചുവിട്ടു. ഇതോടെ ലോകവിപണിയിൽ എണ്ണവില തിളച്ചുയരുകയും ആഗോള ഓഹരി വിപണികൾ വൻ തകർച്ച നേരിടുകയും ചെയ്യുകയാണ്. അതേസമയം പലിശ നിരക്ക് വർധനയ്ക്കുള്ള സാധ്യതകൾ മുന്നിൽ കണ്ട് അന്താരാഷ്ട്ര തലത്തിൽ ഡോളർ ശക്തമായ മുന്നേറ്റം നടത്തുമ്പോൾ സ്വർണ്ണവില ഇടിയുന്ന കാഴ്ചയ്ക്കാണ് ലോകം സാക്ഷ്യം വഹിക്കുന്നത്. നിലവിൽ പശ്ചിമേഷ്യൻ ആകാശമാകെ മിസൈലുകളും ഡ്രോണുകളും ഭീതി വിതയ്ക്കുകയാണ്. ജോർദാനിലെ US സേനാ താവളങ്ങൾക്ക് നേരെയും ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണമുണ്ടായി. തങ്ങളെ ആക്രമിക്കാൻ വേണ്ടി അമേരിക്കയ്ക്ക് താവളം ഒരുക്കുന്ന എല്ലാ രാജ്യങ്ങളെയും ഇല്ലാതാക്കുമെന്ന ഭീഷണിയാണ് ഇറാൻ ഇപ്പോൾ ഉയർത്തുന്നത്. ഇതിന്റെ ഭാഗമായി ഗൾഫ് രാജ്യങ്ങളെ ഉന്നമിട്ടും ഇറാൻ മിസൈലുകൾ വർഷിക്കുന്നുണ്ട്. മുന്നറിയിപ്പുകൾ ലംഘിച്ചെന്ന് ആരോപിച്ച ഹോർമൂസ് കടലിടുക്കിൽ വെച്ച് കപ്പലുകൾക്ക് നേരെ ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയതാണ് അമേരിക്കയെ ചൊടിപ്പിച്ചതും സമാധാന കരാർ പൊളിയാൻ കാരണമായതും. ഹോർമൂസ് തുറന്നു തന്നെ കിടക്കുകയാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുന്നുണ്ടെങ്കിലും അത് പൂർണ്ണമായും അടച്ചതായാണ് ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇറാന്റെ ഔദ്യോഗിക അനുമതിയില്ലാതെ ഒമാന്റെ ഭാഗത്തുകൂടെ പോലും ഒരു കപ്പലിനെയും കടന്നു പോകാൻ അനുവദിക്കില്ലെന്ന് അവർ കർശന നിലപാടെടുത്തു കഴിഞ്ഞു. മുൻപ് സമാധാന കരാർ നടപ്പാക്കുമെന്ന പ്രതീക്ഷയിൽ കടലിടുക്ക് തുറന്നതോടെ എണ്ണക്കപ്പലുകളുടെ നീക്കം സജീവമായിരുന്നു. എന്നാൽ വീണ്ടും യുദ്ധം കടുത്തതോടെ ഗൾഫ് എണ്ണയുടെ ആഗോള വിപണിയിലേക്കുള്ള ഒഴുക്ക് പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ്. ഇതോടെ US ക്രൂഡ് വില ബാരലിന് 4.5% കുതിച്ച് $74.62 ബ്രെന്റ് ക്രൂഡ് വിലയും വർദ്ധിച്ച് $79.37 UAEയുടെ മർബൻ ക്രൂഡ് വില 5% വർദ്ധിച്ച് $74.50 നിലവിലെ യുദ്ധ സാഹചര്യത്തിന് കാരണം UN ചട്ടങ്ങളും സമാധാന കരാറും ലംഘിച്ച അമേരിക്കയുടെ നയങ്ങളാണെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം ആരോപിച്ചു. ഇറാൻ സമാധാനത്തിനായി യാചിക്കുകയാണെന്ന ട്രംപിന്റെ പ്രസ്താവന പച്ചക്കള്ളമാണെന്നും മസ്കറ്റിൽ വെച്ച് ഹോർമൂസിന്റെ നിയന്ത്രണത്തെക്കുറിച്ച് മാത്രമാണ് ചർച്ച നടന്നതെന്നും ഇറാൻ വ്യക്തമാക്കി. എണ്ണവില കൂടിയതോടെ ആഗോള വിപണിയിൽ പണപ്പെരുപ്പ പേടി ശക്തമായിരിക്കുകയാണ്. US ഫ്യൂച്ചേഴ്സ് വിപണിയിൽ ഡൗ, S&P 500, നാസ്ഡാക്ക് സൂചികകൾ കനത്ത ഇടിവ് രേഖപ്പെടുത്തി. ഏഷ്യയിൽ ജാപ്പനീസ് ഓഹരി സൂചികയായ നിക്കൈ 1.72%, ഷാങ്ഹായ് സൂചിക 1.06% തകർന്നു. ഇന്ത്യയിലും ഇതിന്റെ പ്രതിഫലനമായി ഗിഫ്റ്റ് നിഫ്റ്റി രാവിലെ 150-ലധികം പോയിന്റുകൾ താഴ്ന്നാണ് വ്യാപാരം ആരംഭിച്ചത്. വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ ഓഹരികൾ വാങ്ങിക്കൂട്ടി തുടങ്ങിയ ഘട്ടത്തിലാണ് പുതിയ യുദ്ധവാർത്ത എത്തുന്നത്. അമേരിക്ക പലിശ നിരക്ക് കൂട്ടിയേക്കാമെന്ന വിലയിരുത്തലുകൾ ശക്തമായതോടെ ഡോളർ ഇൻഡെക്സ് 101.14 ഡോളറും US ട്രഷറി ഈൽഡും മുന്നേറിയതോടെ അന്താരാഷ്ട്ര സ്വർണ്ണവില ഔൺസിന് $33 താഴ്ന്ന് $4070 കൂപ്പുകുത്തി. ഇത് ആഭ്യന്തര വിപണിയിലും വലിയ വിലക്കുറവിന് കാരണമായേക്കും.